ഹലോ, ഈ സെഷനിലേക്ക് സ്വാഗതം. ഇതിൽ നമ്മൾ അഡ്വാൻസ് ലോജിക് ഐസികളെ പറ്റി അവയുടെ ലോജിക് ഫംഗ്ഷൻസിനെ ഊന്നൽ നൽകിക്കൊണ്ട് ചർച്ച ചെയ്യുന്നു. ഡിജിറ്റൽ സർക്യൂട്ട്സിന്റെ വിശകലനം, രൂപകൽപ്പന എന്നിവയിൽ ഈ ഐസികൾ നിർണായക ഘടകങ്ങളായിരിക്കും. ലക്ഷ്യങ്ങൾ. ഈ സെഷന്റെ അവസാനം നിങ്ങൾ നേടുന്ന കഴിവ് അഡ്വാൻസ്ഡ് ലോജിക് ഗേറ്റ്സ്, ഐസിസ്, അവയുടെ പ്രവർത്തനങ്ങൾ എന്നിവ തിരിച്ചറിയുന്നു. യൂണിവേഴ്സൽ ലോജിക് ഗേറ്റ്സ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ അടിസ്ഥാന ആശയമാണ് യൂണിവേഴ്സൽ ലോജിക് ഗേറ്റ്സ്. ഈ ഗേറ്റുകൾ വളരെയേറെ വൈവിധ്യതയുള്ളവയും നിർണായകവുമാണ്, കാരണം അവയ്ക്ക് മറ്റു തരം ലോജിക് ഗേറ്റ് അല്ലെങ്കിൽ സർക്യൂട്ട് സൃഷ്ടിക്കാനുള്ള സവിശേഷ കഴിവുണ്ട്. യൂണിവേഴ്സൽ ലോജിക് ഗേറ്റ്സിന്റെ ചില പ്രധാന സവിശേഷതകളിതാ. വൈവിധ്യത. യൂണിവേഴ്സൽ ലോജിക് ഗേറ്റ്സിന്റെ മുഖ്യ സവിശേഷത അവയുടെ ഉപയോഗത്തിലെ വൈവിധ്യതയാണ്. മറ്റേത് ലോജിക് ഗേറ്റിന്റെയും സ്വഭാവത്തെ അനുകരിക്കാനായി നമുക്കവയെ വിവിധ തരത്തിൽ സംയോജിപ്പിക്കാം. ആൻഡ്, ഓർ, നോട്ട് ഗേറ്റുകൾ എന്നിങ്ങനെ. ഈ കഴിവ് സങ്കീർണങ്ങളായ ഡിജിറ്റൽ സർക്യൂട്ടിന്റെ രൂപകൽപ്പനയിൽ അവയെ വളരെയേറെ ഉപയോഗപ്രദമാക്കുന്നു. സർക്യൂട്ട് രൂപകൽപ്പനയുടെ ലളിതവൽക്കരണം. യൂണിവേഴ്സൽ ലോജിക് ഗേറ്റ്സ് ഉപയോഗിക്കുക വഴി ഇലക്ട്രോണിക് സർക്യൂട്ടിന്റെ രൂപകൽപ്പന പ്രക്രിയ ലളിതവൽക്കരിക്കപ്പെടുന്നു. വ്യാപക ഇനങ്ങളിൽപ്പെട്ട വിവിധതരം ഗേറ്റുകൾ ഉപയോഗിക്കുന്നതിനു പകരം ഒരേയൊരു തരം യൂണിവേഴ്സൽ ലോജിക് ഗേറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സർക്യൂട്ട് ഡിസൈനർക്ക് താൻ ആഗ്രഹിക്കുന്ന നിർവഹണ സംവിധാനം കൈവരിക്കാനാകും. ഈ ഏകരൂപത എളുപ്പത്തിലുള്ള നിർമ്മാണ രീതിയിലേക്കും ചെലവ് കുറയ്ക്കാനുള്ള സാധ്യതയിലേക്കും നയിക്കുന്നു. സർക്യൂട്ട് നിർമ്മിതിയിലെ കാര്യക്ഷമത. പ്രായോഗികമായി ഒരൊറ്റ തരം ഗേറ്റ് കൊണ്ട് ഒരു സർക്യൂട്ട് നിർമ്മിക്കുക എന്നത് കൂടുതൽ കാര്യക്ഷമമായിരിക്കും. ഇത് ഒരു സർക്യൂട്ട് ബോർഡിൽ ലേഔട്ടിന്റെയും വിവിധ ഘടകങ്ങളുടെയും പരസ്പര സംയോജനത്തിന്റെയും സങ്കീർണത കുറയ്ക്കുന്നു. വിദ്യാഭ്യാസപരവും സൈദ്ധാന്തികവുമായ പ്രാധാന്യം. വിദ്യാഭ്യാസ സംവിധാനത്തിൽ ലോജിക്, സർക്യൂട്ട് ഡിസൈൻ എന്നിവയുടെ അടിസ്ഥാന തത്വങ്ങൾ പഠിപ്പിക്കുന്നതിൽ യൂണിവേഴ്സൽ ലോജിക് ഗേറ്റുകൾ പ്രധാനമാകുന്നു. എങ്ങനെയാണ് വിവിധ ലോജിക് ഫംഗ്ഷനുകൾ നിർമ്മിക്കുന്നതും പരസ്പരം ബന്ധിപ്പിക്കുന്നതും ഇന്ന് അവ വ്യക്തമാക്കി തരുന്നു. പ്രധാനമായും രണ്ടു തരം യൂണിവേഴ്സൽ ലോജിക് ഗേറ്റുകൾ ഉണ്ട്: നാൻഡ്, നോർ ഗേറ്റുകൾ. നാൻഡ് ലോജിക് ഗേറ്റിന്റെ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്. നാൻഡ് ഗേറ്റ് എന്നത് നോട്ട് ഗേറ്റ്, ആൻഡ് ഗേറ്റ് എന്നിവയുടെ ഒരു സംയോജനമാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നാൻഡ് ഗേറ്റ് എന്നത് ആൻഡ് ഗേറ്റിന്റെ ഒരു വിപരീത ക്രമമാകുന്നു. നാൻഡ് ഗേറ്റ് എന്നതിലെ n എന്നത് നോട്ട് എന്നതിന്റെ ചുരുക്കരൂപമാണ്, അതായത് ഒരു നോട്ട് ആൻഡ് ഗേറ്റ് എന്ന് അർത്ഥം. രണ്ടോ അതിൽ കൂടുതലോ ഇൻപുട്ടുകളുടെ കാര്യത്തിൽ ഒരു ഇൻപുട്ട് ലോ ആയാൽ മാത്രമേ നാൻഡ് ഗേറ്റ് ഒരു ഹൈ ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ. ഇതാണ് നാൻഡ് ഗേറ്റിന്റെ പ്രതീകം. നാൻഡ് ഗേറ്റ് ബുലിയൻ എക്സ്പ്രഷൻ സൂചിപ്പിക്കുന്നത് ആൻഡിന്റെ ഒരു പൂരകം കൊണ്ടാണ്. y = ab ബാർ. നാൻഡ് ഗേറ്റിന് ഉപയോഗിക്കുന്ന IC 7400 ആണ്. IC 7400 ഒരു ക്വാഡ് 2 ഇൻപുട്ട് നാൻഡ് ഗേറ്റ് ചിപ്പാണ്, അതായത് അതിൽ സ്വതന്ത്രമായ 4 നാൻഡ് ഗേറ്റ്സ് ഉണ്ട്. ഇത് ഒരു സ്റ്റാൻഡേർഡ് 14 പിൻ പാക്കേജിലാണ് ലഭ്യമാകുന്നത്. 7400ന്റെ പിൻ കോൺഫിഗറേഷൻ എന്താണെന്ന് നോക്കാം. പിൻ 1, 2 എന്നിവ ആദ്യ നാൻഡ് ഗേറ്റിന്റെ ഇൻപുട്ടുകളായി പ്രവർത്തിക്കുന്നു. പിൻ 3 അതിന്റെ ഔട്ട്പുട്ടാകുന്നു. പിൻ 4, 5 എന്നിവ രണ്ടാമത്തെ നാൻഡ് ഗേറ്റിന്റെ ഇൻപുട്ടുകളായി പ്രവർത്തിക്കുന്നു. പിൻ 6 അതിന്റെ ഔട്ട്പുട്ടാകുന്നു. പിൻ 9, 10 എന്നിവ മൂന്നാമത്തെ നാൻഡ് ഗേറ്റിന്റെ ഇൻപുട്ടുകളായും പിൻ 8 ഔട്ട്പുട്ടായും പ്രവർത്തിക്കുന്നു. പിൻ 12, 13 എന്നിവ നാലാമത്തെ നാൻഡ് ഗേറ്റിന്റെ ഇൻപുട്ടുകളായും പിൻ 11 ഔട്ട്പുട്ടായും പ്രവർത്തിക്കുന്നു. പിൻ 7 ഗ്രൗണ്ടിനോട് കണക്ട് ചെയ്തിരിക്കുന്നു. പിൻ 14 സപ്ലൈ വോൾട്ടേജിനോട് കണക്ട് ചെയ്തിരിക്കുന്നു. സാധാരണ അത് +5 വോൾട്ടാണ്. നോർ ലോജിക് ഓപ്പറേഷൻസിനുള്ള ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്. ഒരു നോർ ഗേറ്റ് എന്നത് ഓർ ഗേറ്റിന്റെ വിപരീത ക്രമമോ അല്ലെങ്കിൽ നോട്ട് ഗേറ്റ്, ഓർ ഗേറ്റ് എന്നിവയുടെ സംയോജനമോ ആകുന്നു. നോർ എന്നതിലെ n എന്നത് നോട്ട് എന്നതിന്റെ ചുരുക്കരൂപമാണ്, അതായത് ഒരു നോട്ട് ഓർ ഗേറ്റ് എന്നർത്ഥം. രണ്ടോ അതിൽ കൂടുതലോ ഇൻപുട്ടുകളുടെ കാര്യത്തിൽ രണ്ട് ഇൻപുട്ടുകളിലും ലോ ആയാൽ മാത്രമേ നോർ ഗേറ്റ് ഒരു ഹൈ ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ. ഇതാണ് നോർ ഗേറ്റിന്റെ പ്രതീകം. നോർ ഗേറ്റ് ബുലിയൻ എക്സ്പ്രഷൻ സൂചിപ്പിക്കുന്നത് ഒരു ഓറിന്റെ പൂരകം കൊണ്ടാണ്. അത് ആവിഷ്കരിക്കുന്നത് ഇങ്ങനെ: y = a + b ബാർ. നോർ ഗേറ്റിന് ഉപയോഗിക്കുന്ന IC 7402 ആണ്. IC 7402 ഒരു ക്വാഡ് 2 ഇൻപുട്ട് നോർ ഗേറ്റ് ചിപ്പാണ്, അതായത് അതിൽ സ്വതന്ത്രമായ 4 നോർ ഗേറ്റ്സ് ഉണ്ട്. ഇത് ഒരു സ്റ്റാൻഡേർഡ് 14 പിൻ പാക്കേജിലാണ് ലഭ്യമാകുന്നത്.
പിൻ 2, 3 എന്നിവ ആദ്യ NOR ഗേറ്റിന്റെ ഇൻപുട്ടുകളായി പ്രവർത്തിക്കുന്നു. പിൻ 1 അതിന്റെ ഔട്ട്പുട്ട് ആകുന്നു. പിൻ 5, 6 എന്നിവ രണ്ടാമത്തെ NOR ഗേറ്റിന്റെ ഇൻപുട്ടുകളായി പ്രവർത്തിക്കുന്നു. പിൻ 4 അതിന്റെ ഔട്ട്പുട്ട് ആകുന്നു. പിൻ 8, 9 എന്നിവ മൂന്നാമത്തെ NOR ഗേറ്റിന്റെ ഇൻപുട്ടുകളായും പിൻ 10 ഔട്ട്പുട്ടായും പ്രവർത്തിക്കുന്നു. പിൻ 11, 12 എന്നിവ നാലാമത്തെ NOR ഗേറ്റിന്റെ ഇൻപുട്ടുകളായും പിൻ 13 ഔട്ട്പുട്ടായും പ്രവർത്തിക്കുന്നു. പിൻ 7 ഗ്രൗണ്ടിനോട് കണക്ട് ചെയ്തിരിക്കുന്നു. പിൻ 14 സപ്ലൈ വോൾട്ടേജിനോട് കണക്ട് ചെയ്തിരിക്കുന്നു. സാധാരണ അത് +5 വോൾട്ട് ആണ്. XOR ലോജിക് പ്രവർത്തനത്തിന്റെ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്. XOR ഗേറ്റിന് രണ്ടോ അതിൽ കൂടുതലോ ഇൻപുട്ട് ഉണ്ടാകാമെങ്കിലും ഔട്ട്പുട്ട് ഒന്ന് മാത്രം. XOR ഗേറ്റിന് രണ്ടോ അതിൽ കൂടുതലോ ഇൻപുട്ട് ഉണ്ടാകാമെങ്കിലും ഔട്ട്പുട്ട് ഒന്ന് മാത്രം. രണ്ട് ഇൻപുട്ടുകളും ഒരേ ലോജിക് ലെവൽ A ≠ B അല്ലെങ്കിൽ XOR ഗേറ്റ് ഹൈ ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കുന്നു. അതിന്റെ പ്രതീകം ഇതാ. XOR ഗേറ്റിന് ഉപയോഗിക്കുന്ന IC 7486 ആണ്. IC 7486 ഒരു ക്വാഡ് 2 ഇൻപുട്ട് XOR ഗേറ്റ് ആണ്. അതായത് അതിന് സ്വതന്ത്രമായ 4 2 ഇൻപുട്ട് XOR ഗേറ്റ് ഉണ്ട്. അത് ഒരു സ്റ്റാൻഡേർഡ് 14 പിൻ പാക്കേജിലാണ് ലഭ്യമാകുന്നത്. 7486 ICയുടെ പിൻ കോൺഫിഗറേഷൻ എന്താണെന്ന് നോക്കാം. പിൻ 1, 2 എന്നിവ ആദ്യ XOR ഗേറ്റിന്റെ ഇൻപുട്ടുകളായി പ്രവർത്തിക്കുന്നു. പിൻ 3 അതിന്റെ ഔട്ട്പുട്ട് ആകുന്നു. പിൻ 4, 5 എന്നിവ രണ്ടാമത്തെ XOR ഗേറ്റിന്റെ ഇൻപുട്ടുകളായി പ്രവർത്തിക്കുന്നു. പിൻ 6 അതിന്റെ ഔട്ട്പുട്ട് ആകുന്നു. പിൻ 9, 10 എന്നിവ മൂന്നാമത്തെ XOR ഗേറ്റിന്റെ ഇൻപുട്ടുകളായും പിൻ 8 ഔട്ട്പുട്ടായും പ്രവർത്തിക്കുന്നു. പിൻ 12, 13 എന്നിവ നാലാമത്തെ XOR ഗേറ്റിന്റെ ഇൻപുട്ടുകളായും പിൻ 11 ഔട്ട്പുട്ടായും പ്രവർത്തിക്കുന്നു. പിൻ 7 ഗ്രൗണ്ടിനോട് കണക്ട് ചെയ്തിരിക്കുന്നു. പിൻ 14 സപ്ലൈ വോൾട്ടേജ് അല്ലെങ്കിൽ VCCയോട് കണക്ട് ചെയ്തിരിക്കുന്നു. സാധാരണ അത് +5 വോൾട്ട് ആണ്. NOR ഗേറ്റിനുള്ള IC. XNOR ഗേറ്റിന് രണ്ടോ അതിൽ കൂടുതലോ ഇൻപുട്ട് ഉണ്ടാകാമെങ്കിലും ഔട്ട്പുട്ട് ഒന്ന് മാത്രം. രണ്ട് ഇൻപുട്ടുകളും ഒരേ ലോജിക് ലെവൽ A = B ആണെങ്കിൽ XNOR ഗേറ്റ് ഹൈ ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കുന്നു. XNOR ഗേറ്റിന്റെ പ്രതീകം ഇതാണ്. ഒരു XNOR ഗേറ്റിന്റെ ബൂലിയൻ എക്സ്പ്രഷൻ ഇതാണ്. ഇതിൽ പ്രതീകം XNOR പ്രവർത്തനത്തെ പ്രതിനിധീകരിക്കുന്നു. മേൽവര നോട്ട് പ്രവർത്തനത്തെയും പ്രതിനിധീകരിക്കുന്നു. അതായത് ഔട്ട്പുട്ട് XOR ഇൻപുട്ടുകളെ നിരാകരിക്കുന്നു. XNOR ഗേറ്റിന് ഉപയോഗിക്കുന്ന IC 74266 ആണ്. IC 74266 ഒരു ക്വാഡ് 2 ഇൻപുട്ട് എക്സ്ക്ലൂസീവ് NOR അല്ലെങ്കിൽ XNOR ഗേറ്റ് ആണ്. അതായത് അതിലൊരു ഒറ്റ IC പാക്കേജിൽ രണ്ട് ഇൻപുട്ടുകൾ വീതമുള്ള 4 XNOR ഗേറ്റ് അടങ്ങിയിരിക്കുന്നു. ഇതിന്റെ പിൻ കോൺഫിഗറേഷൻ നോക്കാം. പിൻ 1, 2 ഇവ ആദ്യ XNOR ഗേറ്റിന്റെ ഇൻപുട്ടുകളായി പ്രവർത്തിക്കുന്നു. പിൻ 3 അതിന്റെ ഔട്ട്പുട്ട് ആകുന്നു. പിൻ 5, 6 ഇവ രണ്ടാമത്തെ XNOR ഗേറ്റിന്റെ ഇൻപുട്ടുകളായി പ്രവർത്തിക്കുന്നു. പിൻ 4 അതിന്റെ ഔട്ട്പുട്ട് ആകുന്നു. പിൻ 8, 9 ഇവ മൂന്നാമത്തെ XNOR ഗേറ്റിന്റെ ഇൻപുട്ടുകളായും പിൻ 10 ഔട്ട്പുട്ടായും പ്രവർത്തിക്കുന്നു. പിൻ 12, 13 ഇവ നാലാമത്തെ XNOR ഗേറ്റിന്റെ ഇൻപുട്ടുകളായും പിൻ 11 ഔട്ട്പുട്ടായും പ്രവർത്തിക്കുന്നു. പിൻ 7 ഗ്രൗണ്ടിനോട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇത് പവർ സപ്ലൈയുടെ നെഗറ്റീവ് ഭാഗത്താണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പിൻ 14 VCC അല്ലെങ്കിൽ പവർ സപ്ലൈ പിൻ ആകുന്നു. ഇത് പവർ സപ്ലൈയുടെ പോസിറ്റീവ് ഭാഗത്താണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് 74266 പോലുള്ള TTL ICകൾക്ക് സാധാരണ +5 വോൾട്ട് ആണ്. ഇവിടെ ഈ സെഷൻ അവസാനിക്കുന്നു. ഈ സെഷനിൽ നാം പഠിച്ചത് അഡ്വാൻസ് ലോജിക് ICകൾ, അവയുടെ പ്രവർത്തനങ്ങൾ എന്നിവ തിരിച്ചറിയുക. ഡിജിറ്റൽ സിസ്റ്റങ്ങളുടെ ഹൃദയത്തിലേക്കുള്ള ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.